ആത്മീയ സന്ദേശം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആത്മീയ സന്ദേശം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം വളരെ വിലപ്പെട്ട ഒരു വിശിഷ്ട അതിഥി നമ്മോടൊപ്പം ഉണ്ട്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട തോമസ് തടത്തിൽ അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ കത്തോലിക്ക സഭയിൽ 15 വർഷം വികാരിയായിട്ടും ധ്യാനഗുരുവുമായിട്ടും ശുശ്രൂഷിക്കുകയും അതിനുശേഷമായിട്ട് തിരുവചന സത്യങ്ങൾ അറിഞ്ഞതിൻ്റെ പ്രകാരം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തെ നമ്മുടെ ഒപ്പം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ഒരു വലിയ ചുവടുവെപ്പ്. ക്രിസ്തീയ വിഭാഗങ്ങളിൽ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 വിഭാഗങ്ങൾ. ഈ 2 വിഭാഗത്തിൽ ഒരറ്റത്തു നിന്നും മറ്റൊരറ്റത്തേക്കുള്ള അച്ഛൻ്റെ യാത്രയെക്കുറിച്ച് ആത്മീയ സന്ദേശം പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് അല്പമായിട്ടൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ഒന്ന് വിശദീകരിക്കാം. ഇതിന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അതിന് വിഭാഗീയതയില്ല. ക്രിസ്തീയത ഒന്നേ ഉള്ളൂ. അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ദൈവപൈതലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം. അതിന് സഹായിക്കുന്നതാണ് തിരുവചന സത്യങ്ങൾ, സുവിശേഷം. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്നത്. അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ അറിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ക്രിസ്തുവിലാണ്. അതെ, ക്രിസ്തുവിലാണ് എത്തിച്ചേരുന്നത്. അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അപ്പം ക്രിസ്തുവിലെത്താതെ നിൽക്കുന്നതൊന്നും നമ്മളുടെ ആത്മീയതയുടെ അടിസ്ഥാന അനുഭവമായിട്ടോ വിജയമായിട്ടോ മാറുന്നില്ല. അപ്പം ഞാൻ സത്യവേദ പുസ്തകം വായിച്ചു, പ്രത്യേകിച്ച് സുവിശേഷം വായിച്ചു. ഒരു അന്വേഷകനായി ഞാൻ അതിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ക്രിസ്തുവിൽ എത്തുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലിൻ്റെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും. അതുപോലെ തന്നെ ക്രിസ്തുവിലൂടെ അല്ലാതെ നിത്യത എന്ന് പറയുന്ന ആ ഒരു വലിയ ലക്ഷ്യത്തിൽ നമുക്കെത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവുമാണ് കത്തോലിക്ക സഭയിലെ പൗരോഹിത്യം മാറിയിട്ട് ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത്. അത് കത്തോലിക്ക സഭ മോശമായതുകൊണ്ടോ, അച്ഛന്മാരെ പൗരോഹിത്യം ഇല്ലെങ്കിൽ മെത്രാന്മാർ ഒന്നും മോശമായതുകൊണ്ടല്ല. പക്ഷേ ക്രിസ്തുവിലെത്തുക എന്നുള്ളത് നമ്മുടെ അടിസ്ഥാന ഉത്തരവാദിത്വം ഞാൻ ഇപ്പോൾ നിർവഹിച്ചു എന്നുള്ളത് മാത്രമേ. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുക. തീർച്ചയായും ഇന്ന് ഈ വിശ്വാസ സാഹചര്യം, അതായത് പെന്തക്കോസ്ത് വിശ്വാസ സാഹചര്യം ക്രിസ്തുവിൽ വളരുവാൻ കൂടുതൽ സഹായിക്കുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ പറഞ്ഞുള്ള ധ്വനി. ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. അച്ഛൻ ഈ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കാനിടയായി ഇങ്ങനെ മുൻപോട്ട് വരുന്നു. കത്തോലിക്ക സഭ വിട്ടു, പൗരോഹിത്യം വിട്ടു. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ, ആത്മീയ അവസ്ഥയിൽ, ഉപദേശപരമായ അവസ്ഥയിൽ സംതൃപ്തനാണ്. കാരണം എന്നെ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എന്ന ഒരു സിംഗുലർ ഉപയോഗിച്ചതേ ഉള്ളൂ, നമ്മളെ ഉപദേശിക്കുന്നത് വചനമായതുകൊണ്ട്, നമ്മളെത്തിയത് ക്രിസ്തുവിലായതുകൊണ്ടും അവിടെ സംതൃപ്തിക്ക്. ഞാൻ ഈ സംതൃപ്തിയുള്ള ചോദ്യം ചോദിക്കാൻ കാര്യം, ഇടയ്ക്ക് അവർ വിട്ടുപോയതിനെ ഓർക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിലൊരു വാക്യമുണ്ടല്ലോ. അങ്ങനെ വിട്ടുപോയതിലേക്ക് സംതൃപ്തനായതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അതാ പറഞ്ഞു. അതായത് ക്രിസ്തുവിൽ എത്താതെ നിൽക്കുമ്പോഴാണ് നമ്മൾ വിട്ടുപോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ക്രിസ്തുവിൽ എത്തുന്നതോടുകൂടി നമ്മൾ ഒരു സംതൃപ്തിയിലേക്ക് തന്നെ കയറുകയാണ്. അതെ, വചനത്തിൽ വചനം നമ്മളെ ഉപദേശിക്കുന്നത് കൊണ്ട് നമ്മൾ സംതൃപ്തരാണ്. അപ്പം ഇപ്പം നമ്മൾ രണ്ടുപേരും സംതൃപ്തരാണെങ്കിൽ അസംതൃപ്തിയിലേക്ക് നമ്മൾ തിരിച്ചു പോവില്ല. അപ്പോൾ അസംതൃപ്തമായതുകൊണ്ടാണ് നമ്മൾ സംതൃപ്തിയിലേക്ക് യാത്ര അന്വേഷിച്ചത്. എത്തിയത് സംതൃപ്തമാണ്, എന്നെ സംബന്ധിച്ച് സംതൃപ്തമാണ്. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ സംതൃപ്തി നമ്മൾ ക്രിസ്തുവിൽ നിന്നും വചനത്തിൽ നിന്നും
നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ മാത്രമേ ശ്രമിക്കാവൂ. ചുറ്റുപാടുകളിലേക്ക് ഇപ്പം ഒരുപാട് സ്ട്രക്ചറുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ ഒരു മാനുഷികമായ ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ സംതൃപ്തിക്ക് വിലയിട്ടാൽ നമ്മളിൽ അസംതൃപ്തി നിറയും. അത് ശരിയാ. ബൈബിൾ പറഞ്ഞ അങ്ങനെയാണല്ലോ, യേശുവിനെ സൂക്ഷിച്ച് നോക്കുക. അതിന്റെ അർത്ഥം ഇതാ. അതെ അതെ. ഇപ്പം നമ്മളൊരു എന്തിന് വേണ്ടിയുള്ള യാത്ര, എന്താണ് എനിക്ക് കിട്ടിയത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ സംതൃപ്തിക്ക് നമുക്ക് വിലയിടാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇച്ചിരൂടെ കടന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കുക. കത്തോലിക്ക സഭ വിട്ട് ക്രിസ്തുവിനെ അന്വേഷിച്ച് ഇപ്പോൾ സംതൃപ്തനായിരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒത്തിരി ചോദ്യം ആ മേഖലയല്ല, ഇത് ഇച്ചിരൂടെ വ്യത്യാസപ്പെട്ട ഒരു മേഖലയിൽ ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഇടയ്ക്ക് മീഡിയ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ കത്തോലിക്ക സഭ വിട്ട ചിലരൊക്കെ, അച്ഛൻ വിട്ടതുപോലെയും അല്ലാതെയും പല കാരണങ്ങൾ കൊണ്ട് വിട്ട ചിലരൊക്കെ അവിടെ വിട്ട് കഴിയുമ്പോൾ സഭയിൽ ഞങ്ങൾ വിട്ടതിൻ്റെ കാരണം അവിടെ കടുത്ത അനീതി നടക്കുന്നു, അവിടെ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അധാർമിക നടക്കുന്നു എന്നൊക്കെ. അച്ഛനെ പോലെ ഇത്രയും പരിചയങ്ങളില്ല അവർക്ക്, ഇത്രയും ഇടവകളിലോ ധ്യാന ഗുരുവായിട്ടോ ഒന്നും യാത്ര ചെയ്തിട്ടില്ല. അവരെങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരുടെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങളുണ്ട്. കത്തോലിക്ക സഭ ഒരു കെട്ടുറപ്പുള്ള സഭയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സംശയങ്ങൾ. അപ്പോൾ അത് പറയുമ്പോൾ ഒരു സ്വാഭാവികമായ സാധാരണക്കാരുടെ ചോദ്യമാണ്, അച്ഛനും സഭ വിട്ടത് ഇവർ പറയുന്ന പോലുള്ള അനീതി കൊണ്ടാണോ? അങ്ങനെയെങ്കിൽ അതൊന്ന് വിശദീകരിക്കാം. അത് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ള യാത്രയായതുകൊണ്ട്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്, ക്രിസ്തുവിലെത്തിയവന് ഒരിക്കലും മറ്റൊന്നിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതെ, ക്രിസ്തുവിലെത്തുന്നവൻ കുറ്റപ്പെടുത്തുകയല്ല, കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയല്ല, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെ പറയുന്നവർ വചന അടിസ്ഥാനത്തിലാണോ ഇറങ്ങിയത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാം. സംശയാസ്പദമായി. ഞാൻ ആരെയും എനിക്ക് വ്യക്തിപരമായി അറിയില്ല, എങ്കിലും ഇത് ഞാനും കേട്ടിട്ടുള്ളതും ഒക്കെ ആയ കാര്യങ്ങളായതുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വലിയ കടുത്ത അനീതി നടക്കുന്നു ഇല്ല, അങ്ങനെ ഒരു അനീതി അച്ഛൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കാരണം 12 വർഷം സെമിനാരിയിൽ പഠിച്ച് 15 വർഷം കത്തോലിക്ക സഭയിലെ അച്ഛനായിരുന്ന് ഞാൻ ഇന്ന് ക്രിസ്തുവിലെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും കത്തോലിക്ക സഭ ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ കോൺവെൻറ്റ്, ഇതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. കോൺവെൻറ്റുകളിലോ കത്തോലിക്ക സഭയിലോ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്ന ഈ വ്യക്തികൾ പങ്കുവയ്ക്കുന്ന, അല്ലെ ജോൺസൺ അച്ഛൻ എന്നോട് ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഉത്തരം അങ്ങനെ ഇല്ല എന്നാണ്. കാരണം തികച്ചും വസ്തുതാവിരുദ്ധം പറയുമ്പോൾ അതിന് വലിയ വിലയുണ്ട്. കാരണം ഈ പറഞ്ഞ വ്യക്തികളെക്കാൾ അല്പം കൂടെ ആഴമായിട്ട് സഭയെ അറിഞ്ഞ ഒരാളാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കത്തോലിക്ക സഭ മോശമായതുകൊണ്ടല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, മോശമായതുകൊണ്ടല്ല ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത്. കത്തോലിക്ക സഭ പീഡിപ്പിച്ചത് കൊണ്ടുമല്ല. കത്തോലിക്ക സഭ എന്നെ പീഡിപ്പിച്ചാൽ ഇവിടെ നിയമവശങ്ങളില്ലേ? അതെ, നമ്മുടെ രാജ്യം നിയമവാഴ്ചയുള്ള ഒരു രാജ്യമല്ലേ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ ചിലരൊക്കെ അവിടെ കടുത്ത അനീതി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഇവര് ഇത്ര വലിയ അനീതിയാണെങ്കിൽ നിയമത്തെ സമീപിച്ചില്ല. ഇപ്പൊ പുറത്തിറങ്ങിയപ്പോൾ മാത്രം നമ്മുടെ രാജ്യം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ലോകത്തെ വലിയ ഒരു ജനാധിപത്യ രാജ്യം. തീർച്ചയായിട്ടും. ഇത് മനുഷ്യൻ പല മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം വിശദീകരിച്ചാലും ഞാൻ എൻ്റെ രാജ്യത്തെ കുറിച്ച് വലിയ അഭിമാനിയാണ്. തീർച്ചയായിട്ടും. ഇവിടെ ഇന്ന് വരെ ഇതര രാജ്യങ്ങൾ സംഭവിച്ച പോലെ ഒരു പട്ടാള ഭരണമോ ഒന്നും ഉണ്ടായിട്ടില്ല, ഏകാധിപത്യം ഉണ്ടായിട്ടില്ല. ഇത് ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ്. സ്വാതന്ത്ര്യമുണ്ട്. നിയമത്തെ ഇനിയും ഇത്രയും കാലവും അനേക നല്ലവരായിട്ടുള്ള അച്ഛന്മാരും മെത്രാന്മാരും കന്യാസ്ത്രീകളും ആയിരക്കണക്കിന് ജനങ്ങളുമുള്ള ഒരു സഭയാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ ഇങ്ങനെ ഒരു പീഡന വ്യവസ്ഥയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ജനം അവരുടെ കൂടെ നിൽക്കുമോ? ഒന്നാമത്തെ ചോദ്യം. അത് ചിന്തനീയമായ കാര്യമാണ്. സമൂഹത്തിൽ ഈ അച്ഛന്മാർക്കും ഈ മെത്രാന്മാർക്കും ഈ കന്യാസ്ത്രീമാർക്കും സമൂഹത്തിൽ ഈ ബഹുമാനം കിട്ടുമോ? അപ്പോൾ
ഈ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും വസ്തുതാവിരുദ്ധവും തെറ്റായ ഒരു പ്രചരണവുമാണ്. കത്തോലിക്കാ സഭയിൽ നിന്ന് ഒരു വ്യക്തി മാറിക്കഴിയുമ്പോൾ ഒരു പക്ഷേ വ്യക്തിപരമായിട്ടുള്ള അസംതൃപ്തി കൊണ്ടാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ കൊണ്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് പരിശ്രമിക്കാം. അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. അവരവരിലേക്ക് ശ്രദ്ധ കിട്ടാൻ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക എന്നുള്ളത്. എന്നാലും ഒരു ചോദ്യം കൂടെ അങ്ങനെ താഴമായിട്ട് ചോദിക്കുക. ഈ സഭയ്ക്കകത്ത് അച്ഛന്മാർ അവിവാഹിതരാണല്ലോ, കന്യാസ്ത്രീകൾ അവിവാഹിതരാണ്. അപ്പം ഇവരുടെ അച്ചടക്കം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ഈ അച്ചടക്കത്തിനപ്പുറം ജനങ്ങൾ അറിയാത്ത നിഗൂഢതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഇവർ പറയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്നത്. അച്ഛൻ്റെ ശ്രദ്ധയിൽ എന്തെങ്കിലും നിഗൂഢത കത്തോലിക്ക സഭ സൂക്ഷിക്കുന്നതായിട്ട് അറിയാം? ആ സഭയിൽ, കത്തോലിക്കാ സഭയിൽ, പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയാണല്ലോ കാരണം ഇങ്ങനെയുള്ള സിലബസി സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. കത്തോലിക്കാ സഭയിൽ ഒരു നിഗൂഢതയുമില്ല. ഇല്ല ഇല്ല ഇല്ല. അച്ഛനത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിഗൂഢതയുമില്ല. കാരണം കന്യാസ്ത്രീമാരുടെ കോൺവെന്റിൽ കഴിയുന്നു, അച്ഛന്മാർക്ക് നിയുക്തമായ സ്ഥലത്ത് കഴിയുന്നു, അവർ കുർബാന ചൊല്ലുന്നു, ഒരുമിച്ച് കഴിയുന്നു, പോകുന്നു. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സഹോദരി, ഒരു പെങ്ങള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കോൺവെന്റിലേക്ക് പോവുകയാണ്, സിസ്റ്റർ ആകാൻ പോവുകയാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വമില്ലേ? ശാരീരികമായിട്ടുള്ള, അപ്പം ഞാൻ ഇച്ചിരി കടന്നൊക്കെ പറയുക, ശാരീരികമായിട്ടുള്ള ഒരു അഭിലാഷത്തിന് വേണ്ടി ഒരു സ്ത്രീ തൻ്റെ വ്യക്തിത്വത്തെ ആരുടെയെങ്കിലും മുമ്പിൽ ബലി കൊടുക്കുമോ? വെക്കില്ല. ഇനിയും ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺവെന്റിലേക്ക് ഇല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അരികിലേക്ക് മോശമായ ഒരു ചിന്തയോടുകൂടി കടന്നു ചെന്നാൽ അവര് അത് അംഗീകരിക്കുമോ? അംഗീകരിക്കില്ല. അപ്പോൾ ഈ നിഗൂഢതകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന നിഗൂഢതകളാണ്, വളരെ റെയറായിട്ട് സംഭവിക്കുന്നില്ല എന്നൊന്നും പറയാം. അത് ഏത് സമയത്താണെങ്കിലും മനുഷ്യൻ ഈ സിസ്റ്റം ഒന്ന്, വ്യക്തികൾ വേറൊന്ന്, അല്ലേ? അങ്ങനല്ലേ? അതെ അതെ. ഒരു വ്യക്തി തെറ്റ് ചെയ്തു പറഞ്ഞുകൊണ്ട് ആ സമൂഹമോ ആ സിസ്റ്റമോ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് എല്ലാ ഭാഗത്തും, ഞാൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ധാർമ്മികതയിലും മതത്തിലും എല്ലാം ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വ്യക്തികളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകും, വ്യക്തിയുടെ പ്രശ്നമാണ്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, അതിനോട് ഒരു ചോദ്യം. അങ്ങനെ വ്യക്തികൾ തെറ്റിലകപ്പെട്ടാൽ സമൂഹം അതിൻ്റെ ധാർമ്മികതയ്ക്ക് ചുതി വരുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തികച്ചും അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്, സഭയുടെ കാര്യമല്ല. അങ്ങനെ ഒരു തെറ്റ് ഒരു സഭ ഇല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്താൽ സഭ അതിന് വളരെ കർക്കശമായ നിലപാടെടുത്തിരിക്കും. ആ വ്യക്തി, അത് കോൺവെന്റ് ആണെങ്കിലും അത് സഭ ടോട്ടലായിട്ട് ഞാൻ പറയാം, നിലപാടെടുത്തിരിക്കും. ഇനി അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചാൽ സ്വാഭാവികമായി ആ വ്യക്തികൾ പുറത്തേക്ക് പോവുകയും ചെയ്യും. അത് സ്വാഭാവികമായൊരു കാര്യമാണ്. പിന്നെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെ ഇന്നത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ അതിന് കൊടുക്കുന്ന എന്താ പറയണ്ടേ, മനുഷ്യൻ എപ്പോഴും സെൻസിറ്റീവ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുന്നു. അതെ, പ്രത്യേകിച്ചും ഈ നല്ല വാർത്തയെക്കാട്ടിലും മനുഷ്യനെ ഇഷ്ടം തെറ്റായ വാർത്തയാണ്. പിന്നെ ഇങ്ങനെ പോകുന്നവർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു വൈരാഗ്യ ചിന്തയുണ്ട്. ഈ വൈരാഗ്യ ചിന്ത കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു സുപ്പീരിയറായിട്ടാണ് പിന്നെ അച്ഛൻ ഇരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റേതായ സ്വഭാവ ദൂഷ്യം കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നു. അച്ഛൻ എൻ്റെ സുപ്പീരിയറാണ്, ഒരു ഡിസിഷൻ എടുക്കുന്നു. ബിക്കോസ് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അത് കോൺക്രീറ്റ് ഡിസിഷനാണ്, സ്ട്രിക്റ്റ് ഡിസിഷനും ആയിരിക്കും. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകേണ്ടി വരുന്നു. പുറത്തേക്ക് പോകേണ്ടി വന്നു കഴിയുമ്പോൾ എന്നിലുണ്ടാകുന്നത് അച്ഛനോടുള്ള ഒരു മാനസിക വൈരാഗ്യ ബുദ്ധിയാണ് രൂപപ്പെടുന്നത്. അപ്പോൾ അച്ഛനെന്ന് പറയുന്ന ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് വരും. അതിനെനിക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എടുക്കുന്ന എന്താണ്, അച്ഛൻ നിൽക്കുന്ന പ്രസ്ഥാനത്തെ മൊത്തമായി ഞാൻ ഒരു പുകമറ സൃഷ്ടിച്ച് ഞാൻ അറ്റാക്ക് ചെയ്യുകയാണ്.
അപ്പോൾ അതിനെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുക, എന്നിട്ട് അതിലൂടെ പറയുക. അത് വസ്തുതാവിരുദ്ധമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, കത്തോലിക്ക സഭയുമായി വിയോജിപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ഇതിനെക്കുറിച്ചല്ല. ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, വിശ്വാസപരമായി അച്ഛനോടുള്ള ബന്ധത്തിൽ, എന്നോടുള്ള ബന്ധത്തിൽ, അല്ലാതെ അവിടുത്തെ നിഗൂഢതയോ അവിടുത്തെ അഴിമതിയോ ഒന്നുമല്ല. ഒരു അഴിമതിയുമില്ല. സമൂഹത്തിൽ എന്തുണ്ടോ അതുമല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവിടെ ഇല്ല, ഒന്നുമില്ല. ഞാൻ പ്രത്യേകിച്ചും ഈ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല, വിദേശ മാധ്യമങ്ങളിലെ പല ബ്ലോഗുകളും ഒക്കെ കാണുമ്പോഴും കത്തോലിക്ക സഭയെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭീകര മാഫിയയാണ് എന്നുള്ള നിലയിലൊക്കെ മനുഷ്യൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന വിദഗ്ധന്മാർ ഇറക്കുന്ന വാർത്തകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിശദീകരണം അതിനോട്. ഇത്തിരി കൂടി അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അച്ഛന്മാർ കത്തോലിക്ക സഭയിൽ അച്ഛന്മാർ ജീവിക്കുന്നത് സമൂഹത്തിന്റെ നടുവിലാണ്. അവരുടെ നടുവിലൂടെയാണ് ഇവർ. അത് ഞാൻ ഒരു വശത്തോട് പറഞ്ഞാൽ ഈ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഏറ്റവും അധികം സമൂഹ മതത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കത്തോലിക്ക അച്ഛനല്ല, കത്തോലിക്ക അച്ഛന്മാരാണ്. കാരണം അവിടെ റോഡ് പണിയുണ്ടെങ്കിൽ അച്ഛന്മാർ കൂടെ ഉണ്ട്, അവിടെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടായാൽ അച്ഛന്മാർ മുമ്പിലുണ്ട്. പണ്ട് കാലത്ത് ഞങ്ങൾ കുടിയേറ്റത്തിൽ പോയി, അച്ഛനും കുടിയേറ്റക്കാരിൽപ്പെട്ടതല്ലേ, ഞാൻ കണ്ണൂരിക്കാരനാ. പണ്ട് വടക്കനച്ഛൻ്റെ ഒക്കെ കാലത്ത് കുടിയേറ്റക്കാരുടെ കാര്യത്തിലും കത്തോലിക്ക അച്ഛന്മാരാണ് മുന്നിലുള്ളത്. അപ്പം നിശ്ചയമായിട്ടും സമൂഹ മധ്യത്തിൽ നിൽക്കുന്നവർ അവരിൽ ഇങ്ങനെ നിഗൂഢത ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ കോൺവെന്റിലാണെങ്കിൽ പോലും സിസ്റ്റേഴ്സ് 24 മണിക്കൂറിൽ 12 മണിക്കൂറും അവര് സ്കൂളുകളും മറ്റു കാര്യങ്ങളും പൊതുകാര്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനം ആതുര സേവനവുമായിട്ട് പുറത്താണ്. പിന്നെ അവർ ഉറങ്ങാനാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അച്ഛനും സാമൂഹിക സേവനം ഇല്ലെങ്കിൽ കുർബാന, പള്ളിക്കാര്യങ്ങൾ, 10,000. ഇത്രയും വലിയ പള്ളി ഒന്ന് ഭരിക്കണമെങ്കിൽ എത്രമാത്രം പ്രയത്നം വേണം. ഞാൻ ചെറിയ സഭകളുടെ ചാറ് ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. തീർച്ചയായിട്ടും അതെ. അപ്പം ഇത് എന്താ പറയുക, ചിലർ സൃഷ്ടിക്കുന്ന ചില വാർത്തകൾ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എനിക്കവിടെ പീഡനമായിരുന്നു, ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ചാനലിൽ ഇരുന്നു കൊണ്ട് അവിടെ പിന്നെ കോൺവെന്റുകളിൽ പിന്നെ വസ്ത്രം പോലും കൊടുക്കില്ല ആവശ്യത്തിന്. ഞാനത് എനിക്ക് ആ വ്യക്തിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, വ്യക്തികളെ കുറിച്ച് പറയാൻ ഞാൻ അതിനോട് ബന്ധത്തിൽ ഒരു ചോദ്യം ചോദിക്കുക. അപ്പം ഈ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള സ്വാതന്ത്ര്യം സത്യത്തിൽ കോൺവെന്റിൽ ഉണ്ടോ? 100% സ്വാതന്ത്ര്യമുണ്ട്. ഇനി സ്വാതന്ത്ര്യമില്ല എങ്കിൽ ഈ ആയിരക്കണക്കിന് കന്യാസ്ത്രീമാരുള്ള ഒരു ഇതിൽ അവരാരും വിദ്യാഭ്യാസമില്ലാത്തവരല്ല, അവരാരും പാവപ്പെട്ട ചെറ്റക്കുടിലിൽ നിന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇറങ്ങി വന്നവരല്ല. അവരെല്ലാം മാന്യമായ കുടുംബത്തിലെയും അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരും സമ്പന്ന കുടുംബത്തിൽ നിന്നുമൊക്കെ വന്നവരാണ്. അപ്പോൾ സ്വാതന്ത്ര്യമില്ല എങ്കിൽ അവർ 100% തിരിച്ചു പോകണ്ടേ? സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആ സ്വാതന്ത്ര്യം എങ്ങനെ എന്നുള്ളതാണ്. രാത്രി 12 മണിക്ക് കോൺവെന്റിൽ നിന്ന് ഇറങ്ങി റോഡെ നടന്നു പോകാൻ ആവശ്യപ്പെട്ട സ്വാതന്ത്ര്യം കൊടുത്താൽ പ്രശ്നമാണ്. ഈ അവിടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്നത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ്. സമൂഹത്തിന് മുമ്പാകെ നിൽക്കുന്നു. മാന്യമായി കോൺവെന്റിനെ സൂക്ഷിക്കുക, സഭയെ സൂക്ഷിക്കുക, അതിനുള്ള അച്ചടക്കം വേണം. വ്യക്തിയെ സംരക്ഷിക്കുക, ഓരോ വ്യക്തിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. കാരണം മോശമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു പെൺകുട്ടി ഈ കടന്നു വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്ന ഈ കുട്ടിക്കാണ്. സഭയിൽ നിന്ന് വേണേൽ കുട്ടിയെ പുറത്താക്കാം, ആ കന്യാസ്ത്രീയെ പുറത്താക്കാം. പക്ഷെ പുറത്താക്കി കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുമ്പിൽ ഈ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ എത്രയാണ്? അപ്പൊ യഥാർത്ഥം ഞാൻ പറയുന്നത് ഒരു കാരുണ്യത്തിന്റെ അസ്വാതന്ത്ര്യമാണ് അവിടെ കൊടുക്കുന്നത്. കാരുണ്യം എന്ന് പറയുന്ന വാക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് വലിയൊരു വാക്കാണ്. തീർച്ചയായിട്ടും കരുണയിൽ യാഗത്തിലല്ല, കരുണയിൽ എത്ര ഞാൻ പ്രസാദിക്കുന്നത് കർത്താവ്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാനതിന് ഇച്ചിരൂടെ ഒരു ഇത് പിന്നെ ക്ലാരിഫിക്കേഷന് വേണ്ടി, കോൺവെന്റുകളുടെ സിസ്റ്റം എന്ന് പറയുന്നത് പൊതുവായ സ്വത്താണ്. ഇപ്പോൾ ഡോക്ടറായിട്ട് ജോലി ചെയ്താലും, എത്ര വലിയ ശമ്പളത്തിലൊരു കന്യാസ്ത്രീ ഒരു സിസ്റ്റർ ജോലി ചെയ്താലും ശമ്പളം മുഴുവനും പൊതു ഇതിലേക്കാണ് പോകുന്നത്. വ്യക്തിപരമായി അവർക്ക് സമ്പാദ്യങ്ങളില്ല. പക്ഷേ
അവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് മുഴുവനായി ഒരു തുക എപ്പോഴും അവർക്ക് എന്താ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ ഇന്നർ വെയർ, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ പ്രൈവറ്റ് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളതെല്ലാം അവരിൽ കൊടുത്തിരിക്കും. അതിപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ആങ്ങളമാരും പെങ്ങന്മാരും എല്ലാം ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അമ്മയുണ്ട്, അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് വീട് എന്ന് പറയുന്നത് വരുന്നത്. ദൈവത്തിന്റെ പ്രത്യേകത പുരുഷന്മാർ മാത്രമല്ലല്ലോ വീട്, അമ്മയുണ്ടല്ലോ അവിടെ. അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അവിടെ ഒരു ഇപ്പം അച്ഛൻ്റെ പെങ്ങള് വീട്ടിലുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, അച്ഛൻ ഉണ്ട്. അപ്പോൾ ഈ പെങ്ങന്മാരുടെ ആവശ്യങ്ങൾക്ക് എവിടെ നിന്നാ പണം? അത് ആ വീട്ടിലുണ്ട്. ആ വീട്ടിൽ അമ്മയോട് പറയാം. ഇപ്പൊ ആങ്ങളയോട് ഒരു പെൺകുട്ടിക്ക് ആങ്ങളയോട് പറയാൻ കഴിയാത്ത കാര്യം അമ്മയോട് പറയാം, ചേട്ടത്തിയോട് പറയാം. കോൺവെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം പോലും ഇല്ല. അവർക്ക് പരസ്പരം പറയാം, ആവശ്യത്തിനുള്ള എനിക്ക് ഇന്ന സാധനം വേണം, അവരത് കൊടുത്തിരിക്കും. അങ്ങനെ ഒരാൾ പറയുകയാണ് എനിക്കിതൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് അവിടെയുള്ള മുതിർന്നവരോട് സുപ്പീരിയേഴ്സിനോട് ചോദിച്ചില്ല? അപ്പോൾ സുപ്പീരിയേഴ്സ് എല്ലാം ഇങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു സമൂഹമായിട്ട് കിട്ടാത്തപ്പോൾ അവരാരും ഇപ്പോഴും എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു? അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇതൊക്കെ അവിശ്വസനീയം, ആരും വിശ്വസിക്കത്തില്ല. അന്നേരം തോന്നി ഒരു മാതിരിപ്പെട്ടവരൊന്നും വിശ്വസിക്കത്തില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് ഇതൊരു സന്തോഷം പോലെ. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധാർമികതയുടെ സംവേദനമാണ് ഈ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. കാരണം അച്ഛനെ എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നെഗറ്റീവായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് സമ്പാദ്യങ്ങൾ നേടാം, ഇല്ല അവരൊക്കെ ഇങ്ങനെ പ്രചാരണം നേടാം എന്നുള്ളതാണ് ഇന്നത്തെ മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത്. അത് വേറെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. അതിൻ്റെ മുൻപിൽ പോയി നിൽക്കുന്ന ഈ വിദ്യാഭ്യാസമുള്ള കന്യാസ്ത്രീ ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവരായിരുന്ന സഭയെ കുറിച്ച് വിശ്വാസപരമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇനി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും വിശ്വാസപരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ അസന്നിഗ്ധമായിട്ട് പറയും. അത് എനിക്ക് കിട്ടിയ പീഡനം കൊണ്ടല്ല, എനിക്ക് കിട്ടിയ ദർശനമാണത്. അതെ, ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഒരു അന്വേഷണമാണല്ലോ പറഞ്ഞത്. അന്വേഷിപ്പിൻ കണ്ടെത്തും. അങ്ങനെ അന്വേഷിച്ചതുകൊണ്ട് അന്വേഷിച്ചു കർത്താവിനെ ക്രിസ്തുവിനെ കണ്ടെത്തി. അതുകൊണ്ട് സഭയിൽ നിന്നും മുന്നോട്ട് പോയാൽ ഈ ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ എന്നുള്ള അറിവാണ് നമ്മളുടെ. അതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനില്ല, സന്തോഷിക്കാനേ ഉള്ളൂ. എനിക്ക് ഞാൻ ചോദിച്ചു സംതൃപ്തനാണോ എന്ന്. സംതൃപ്തനാകാനും സമാധാനം അനുഭവിക്കാനും സന്തോഷിക്കുവാനേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത്രയും നമ്മൾ അതിനെക്കുറിച്ച് ഉള്ള ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കോൺവെന്റിൽ ഒരു കന്യാസ്ത്രീക്കുള്ളതെല്ലാം കൊടുത്തിരിക്കും. പിന്നെ മാധ്യമങ്ങളുടെ മുൻപിലേക്കൊക്കെ എത്തുമ്പോൾ അവർ പറയുന്നത് സൂക്ഷ്മമായി നമ്മളൊന്ന് വിശകലനം ചെയ്യണം. എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്, അവരിന്ന് നിൽക്കുന്നത് എവിടെയാണ്? ഒരു ആത്മീയതയുടെ നിൽക്കുന്നിടത്തൊന്നും ഇതൊന്നും സംഭാഷണങ്ങളല്ല. ഇനി അങ്ങനെ ആരെങ്കിലും ആത്മീയതയിൽ വന്നിട്ട് അങ്ങനെ ആരെങ്കിലും സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്നെങ്കിൽ അത് അവർക്ക് പ്രശസ്തിക്ക് വേണ്ടി വന്നേ ഉള്ളൂ. കാരണം ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും കത്തോലിക്ക സഭയോടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സഭയോടോ, പെന്തിക്കോസ് സഭയോടോ അച്ഛനോടോ ഒക്കെയുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റിലുണ്ട്. ക്രിറ്റിസിസം കേട്ട് സന്തോഷിക്കുന്ന ഒരു സമൂഹം ഉണ്ട് അല്ലേ? അച്ഛന് അത് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം അല്ലേ? നമ്മുടെ ചുറ്റുപാടിനെ വിശകലനം അച്ഛൻ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് അച്ഛന് ഇത് ജനങ്ങളുടെ ഇടയ്ക്കൂടെ പോവുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അച്ഛന് കൃത്യമായിട്ട് അറിയാം. ഒരാളെ കുറിച്ച് കുറ്റം കേൾക്കുമ്പോൾ നമ്മൾ കൈയടിക്കുകയും അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, തിരുവചന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ ഇപ്പോഴും മണ്ണാകിയാൽ ജഡമാകിയാൽ ജഡത്തിനൊരു സുഖമാണ് കേൾക്കുന്ന ഒരു സുഖമാണ്. അപ്പോൾ അതിനപ്പുറമൊന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ അവരുടെ എന്താ പറയണ്ടേ, ഇതിനെതിരെ പിന്നെ ഒന്നും കത്തോലിക്കാ സഭ പ്രതികരിക്കുന്നില്ല. കാരണം എന്നുവെച്ചാൽ പ്രതികരിക്കേണ്ട വിഷയമല്ല. ഞാനും പലരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല. അതൊന്നും നമ്മുടെ വിശ്വാസത്തിന് വളരാനോ ആത്മീയമായി ഉയരാനോ ക്രിസ്തുവിലെത്താനോ ഒരു വഴിയുമല്ല. കത്തോലിക്കാ സഭ മോശമല്ല,
അച്ഛന്മാർ മോശമല്ല. അവർ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പൊതുകാര്യ പ്രവൃത്തികളും ഒന്നും സമൂഹത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. സമൂഹത്തിലെ ഒരു ശരാശരിക്കാരെ വെച്ച് നോക്കിയാൽ കത്തോലിക്ക സഭയിലെ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ സംസ്കാര സമ്പന്നര്, അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും 12 വർഷമല്ലേ അല്ലേ 12 വർഷം. ഈ 12 വർഷം ഇത്ര അച്ചടക്കത്തോടെ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി, പട്ടാളക്കാരൻ്റെ ട്രെയിനിങ് നമ്മൾ പറയുന്ന പോലെ നിശ്ചയമായിട്ടും ഒരു ശരാശരിക്കാരനേക്കാൾ എപ്പോഴും ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. കാരണം ശരാശരിക്കാരന് വല്ലതും കൊടുക്കാൻ ശേഷിയുള്ള ഒരു ആത്മീയ ദർശനവും ട്രെയിനിങ് ലഭിച്ച ഒരാൾ. തീർച്ചയായും ഇങ്ങനെ ഈ വിഷയത്തിൽ ഈ ആത്മീയ സന്ദേശം പ്രോഗ്രാമിൽ കടന്നു വന്ന് ഈ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു ധാരണയും അറിവും പകർന്നു തന്നതിൽ അച്ഛനോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. പ്രത്യേക സന്തോഷമുണ്ട്. കേൾവിക്കാർ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ദിനം ഈ പ്രോഗ്രാമിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇതുവരെയും നമസ്കാരം.